ഇന്ന് നമുക്ക് നമ്മുടെ ആലപ്പുഴക്കാരുടെ സ്വന്തം മുരിങ്ങയ്ക്ക മാങ്ങ കറി ആയാലോ. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മൾക്ക് മുരിങ്ങയ്ക്ക് മാങ്ങയുടെ ഒക്കെ ഒരു സീസണാണല്ലോ. അപ്പോൾ ഈ സീസണിൽ നമ്മളിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. തേങ്ങ വളരെ കുറച്ചുകൊണ്ട് നമുക്ക് ഇത് നല്ല തിക്കിൽ എങ്ങനെ തയ്യാറാക്കാം എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മളൊരു ചട്ടി വെച്ചു, അതിലേക്ക് നമ്മൾ മുരിങ്ങയ്ക്ക നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ മുരിങ്ങയ്ക്ക കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് പച്ചമുളകും കൂടി, എരിക്ക് വേണ്ട പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ചിട്ടുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതൊരു 3/4 പരുവം കുക്കായിരുന്നാൽ മതിയാകും. അതിനുശേഷം നമ്മൾ ഇതിലേക്കുള്ളൊരു ഗ്രേവി തയ്യാറാക്കാം. അതിന് വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് തേങ്ങ, ഒരു പച്ചമുളക്, ഇനിയാണ് നമ്മളുടെ സ്പെഷ്യലായിട്ടുള്ള മാങ്ങ. പച്ചമാങ്ങയും കൂടെ കുറച്ച് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. നമ്മൾ ഈ പച്ചമാങ്ങ ഇടുമ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ തേങ്ങ നമുക്ക് കുറവായിക്കൊണ്ട് നല്ല കൊഴുപ്പിൽ നമുക്ക് ഈ ഒരു ഗ്രേവി തയ്യാറാക്കാൻ പറ്റും. പിന്നെ ഇപ്പം നമ്മുടെ ആ ഒരു മുരിങ്ങയ്ക്ക് 3/4 ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പച്ചമാങ്ങ അരിഞ്ഞ് ചെറിയ പീസസാക്കി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അതും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതും കൂടി ഒന്ന് മാങ്ങയും മുരിങ്ങയ്ക്കൊക്കെ ഇപ്പം നന്നായിട്ട് കുക്കായതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തേങ്ങ ഇട്ടതിന് ശേഷം ഓവറായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് എടുക്കേണ്ട. ജസ്റ്റ് തിളയൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില എത്ര ആഡ് ചെയ്ത് കൊടുക്കുന്നോ അത്രയും ടേസ്റ്റ് തന്നെ കൂടും നാടൻ വിഭവങ്ങൾക്ക്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് നന്നായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് കടുക് താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്തത് കൊണ്ടാണ് ആ ഒരു കളറ് കിട്ടിയത്. അപ്പം മുളക് പൊടിയും കൂടി നിങ്ങളും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ടേസ്റ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതിൽ നമ്മൾക്ക് തന്നെ കൊഞ്ചിട്ടിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ മുരിങ്ങയ്ക്ക ഇല്ലായിരുന്നു. അപ്പം നിങ്ങൾക്കിത് കൊഞ്ചിട്ടും ഉണക്കമീനിട്ടും അല്ലാതെ വെജിറ്റേറിയൻകാർക്ക് ഈ ഒരു രീതിയിലും തയ്യാറാക്കാൻ പറ്റും. പെട്ടെന്ന് അതുപോലെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ടിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, താങ്ക്